ധന്യ, നവീൻ ബാബുവിൻ്റെ കേസ് CBI വേണമെന്ന ഹർജിയിൽ ഇന്ന് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് കോടതി. കഴിഞ്ഞ ദിവസം ആണ് വിധി പറയാൻ വെച്ചിരുന്നെങ്കിലും കേസ് വിധി പറയൽ ഇന്നത്തേക്ക് മാറ്റിയതാണ്. ഇന്നെങ്കിലും വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ CBI വരണമെന്ന് പൊതുസമൂഹത്തിൻ്റെ താല്പര്യം, ഒപ്പം ഇതിൽ പല സംശയങ്ങളും ഒരു നിയമവിദഗ്ധനാവുകയോ ഒരു മാധ്യമപ്രവർത്തകനാവുകയോ ഒന്നും വേണ്ട, സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലേക്ക് ഈ കേസ് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കെല്ലാം സംശയവുമുണ്ട്. വീണാമണി പറഞ്ഞ പല കാര്യങ്ങളും ഇതിൽ വളരെയധികം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൃത്യമായി ചില കാര്യങ്ങൾ, ചില പോയിന്റുകളൊക്കെ വീണാമണി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇന്നേ വരെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. ഇവർക്കെതിരെ ഒരു പരാതിയും CPM-നില്ല. അല്ലെങ്കിൽ CPM പരാതി പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, അതുപോലും CPM പറയുന്നില്ല. വളരെ തന്ത്രപരമായി നീങ്ങുകയാണ് CPM. അപ്പോൾ ഈ കേസിനകത്ത് വീണാമണി പറഞ്ഞ പല കാര്യങ്ങളും, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഗുരുതരമായിട്ടുള്ള ചില നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട്. അപ്പോൾ ഇന്ന് ധന്യയുടെ അഭിപ്രായം? ഇന്ന് CBI വരുമോ? സർക്കാർ ശക്തമായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് CBI വരുമോ? അതുപോലെ തന്നെ വീണാമണിയുടെ വാദങ്ങൾ കോടതിയടക്കം മുഖവിലക്കെടുക്കാൻ സാധ്യതയുണ്ടോ? പാർക്കൻ പറഞ്ഞത് വളരെ ശരിയാണ്. വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് വീണാമണി ഉന്നയിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ പോലീസ് സർജൻ ഉൾപ്പെടെയുള്ളവർ പ്രതിക്കൂട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രത്തോളം വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ച വീണാമണിക്കെതിരെ ഇവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ല? MV ജയരാജന്റെ സാന്നിധ്യം വീണാമണി പറയുന്നുണ്ട്. വെറുതെ വന്ന് വീണാമണി MV ജയരാജന്റെ പേര് പറയില്ലല്ലോ. ഇവിടെ എത്രയോ CPM നേതാക്കളുണ്ട്. മാത്രമല്ല വലിയൊരു ആരോപണം അവർ ഉന്നയിച്ചത്, അവർക്ക് തോന്നുന്നതാണ്, ചിലപ്പോൾ വയറ് കീറി ആന്തരിക അവയവങ്ങൾ വിദേശത്തേക്ക് കടത്തിയോ ലക്ഷങ്ങൾക്ക് എന്നുള്ള ഒരു സാധ്യതയും കൂടെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു മാധ്യമത്തിൽ കണ്ടതാണ്, നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾ കാണാനില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംശയിക്കേണ്ടത് എവിടെയാണ്? CPM-നെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് വീണാമണി. മലയാളപ്പുഴ മോഹനൻ എന്തിനാണ് വീണാമണിയോട് നവീൻ ബാബുവിനെ കൊല്ലുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് ചോദിച്ച് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത്? അപ്പോൾ മലയാളപ്പുഴ മോഹനൻ എന്തൊക്കെയോ അറിയാം എന്നുള്ളതല്ലേ അതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല എങ്കിൽ അങ്ങനെ മലയാളപ്പുഴ മോഹൻ ഉൾപ്പെടെയുള്ള പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കോ MV ജയരാജനെ പോലെ ദിവ്യ രക്ഷിക്കാനായി ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് നടക്കുന്ന MV ജയരാജനോ CBIയെ ഭയപ്പെടുന്ന MV ഗോവിന്ദനോ വിളിച്ചു പറയണം, ഇതിൽ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. വീണാമണി എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് മുഴുവൻ അനാവശ്യ കാര്യങ്ങളാണ്, ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ തൽക്കാലം ഞങ്ങൾക്ക് സമയമില്ല. അല്ലെങ്കിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കും. അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്കെതിരെ ഞങ്ങളുടെ മനഃപൂർവ്വമായ വ്യക്തിഹത്യ നടത്തുകയാണ്, ഞങ്ങൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കും. ഈ കാര്യങ്ങളൊന്നും പറയാൻ ഇവർക്ക് കഴിയില്ല. കാരണം വീണാമണിയുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് വെറുതെ വഴിയിൽ കൂടെ പോകുന്ന ഒരു സ്ത്രീ വന്നിരുന്ന് പറയുമോ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല? വെറുതെ ഷേവ് ചെയ്ത് മുഖം കെട്ടിമറച്ച് വച്ചതാണ്. ഇപ്പോൾ ഒരു മഹാൻ യൂട്യൂബിലിരുന്ന് വലിയ രീതിയിൽ പ്രസംഗിക്കുന്നത് കണ്ടു. വീണാമണി കള്ളനാണയമാണ്, വീണാമണി പോലീസ് ഇറക്കിയതാണ്, അല്ല നവീൻ ബാബുവിൻ്റെ കേസ് ഇനി ചർച്ച ചെയ്യാതിരിക്കാൻ വീണാമണിയെ പോലീസ് തന്നെ ഇറക്കിയതാണ് എന്നൊക്കെയുള്ളത്. അവർക്കും അവരുടെ ജീവനിൽ ഭയമുണ്ട്. എന്നിട്ടും അവർ ഇത് സത്യങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയാമെങ്കിലും നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ പറയുന്നത്. CPM-നകത്തുള്ളതോ കോൺഗ്രസിനകത്തുള്ളതോ BJP-ക്കകത്തുള്ളതുമായ പല അന്തർധാരകളെക്കുറിച്ച് നമുക്ക് പലതും അറിയാമെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് അത് തുറന്നു പറയാത്തത്? നമുക്ക് ജീവനിൽ ഭയമുണ്ട്. ഇപ്പോൾ CPM-നെ പറഞ്ഞാൽ ഏത് വഴിക്കൂടെയാണ് ഇന്നോവ വരുമെന്നോ വടിവാൾ വരുമെന്നോ കൊട്ടേഷൻ ടീം വരുമെന്നോ നമുക്കറിയില്ല. BJP പറഞ്ഞാൽ ഏത് വഴിക്കൂടെ അവർ പണി തരുമെന്നോ അറിയില്ല. കോൺഗ്രസിനെ പറഞ്ഞാലും സൈലൻ്റായി അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഭയവും വീണാമണിക്കില്ല. വീണാമണി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം, എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥത
വീണാമണിക്ക് ആ കുടുംബത്തോടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഈ കണ്ണൂരിൽ നിന്ന് മലയാളപ്പുഴ വരെ ട്രെയിനിൽ കയറി അവർക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത എന്താ? നിങ്ങൾ ഈ ബോഡി വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നവർ പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താ? സഹോദരനെ ചെന്ന് കണ്ടിട്ട് നിങ്ങൾ ഇത് റീപോസ്റ്റ്മോർട്ടം ഇന്ന ആശുപത്രിയിൽ ഇന്ന ഡോക്ടറെ കൊണ്ട് നടത്തണം എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകത വീണാമണിക്ക് എന്താ? ഈ നവീൻ ബാബുവിൻ്റെ മരണ കൊലപാതകമാണ് എന്ന സംശയം കുടുംബം ആരോപിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ പല മാധ്യമങ്ങൾക്ക് പറയാൻ ഭയമായിരുന്നു. അതൊരു കൊലപാതകമാണ് എന്ന് പറയാൻ തന്നെ ഭയമായിരുന്നു. അത് കെട്ടിത്തൂക്കി കൊന്നതാണോ അതോ ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, ഇങ്ങനെ കാണോ, മുണ്ടത്ര ഇല്ലത്രേ നിന്നത്രേ കിടന്നത്രേ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. മഞ്ജുഷ കോടതിയിൽ തങ്ങൾക്ക് സംശയമുണ്ട് ഇതൊരു കൊലപാതകമാണോ എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അതൊരു കൊലപാതക സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങിയത്. അതുവരെ ഇവിടുത്തെ CPM MP ഗോവിന്ദരെയും പിണറായിയെയും പോലീസിനൊക്കെ ഇവർക്ക് ഭയമായിരുന്നു, ഇത് വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്ത്. കൃത്യമായി വീണാമണി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അതിലെ വാദങ്ങൾ കൃത്യമായി ജഡ്ജി പരിശോധിച്ചാൽ CBI വരണം. ഇവിടെ CBI വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. കാരണം ഇവിടെ അന്വേഷണങ്ങൾ കൃത്യമായാണ് നടക്കുന്നത്. അന്വേഷണത്തിൽ പാളിച്ചകളൊന്നുമില്ല. കൃത്യമായ തെളിവുകൾ തന്നെയാണ്, കേസ് ഡയറി തന്നെയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പോലീസ് അന്വേഷണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഈ പോലീസ് അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തിയല്ല എങ്കിൽ മറ്റൊരു സംഘത്തെ വെച്ച് അന്വേഷിക്കാം. മറ്റൊരു 6 അംഗ സംഘത്തെ, അത് ഞങ്ങളെ തന്നെയുള്ള CPMലെ തന്നെ ആളുകളെ 6 അംഗ സംഘത്തെ ഞങ്ങൾ ഒന്നുകൂടി രൂപപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കാം. കാരണം ഇതൊരു കൊലപാതക സാധ്യതയൊക്കെ മാറ്റി ഫുൾ കെട്ടിത്തൂക്ക് മരണം തന്നെ ആക്കണമല്ലോ. അതുകൊണ്ട് CBI എന്ന ഈ കേസിൽ വരുമെന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല. പിന്നെ മഞ്ജുഷ ഇന്ന് കൊടുത്തിരിക്കുന്നത് തെളിവുകൾ കൂടി സംരക്ഷിക്കണമെന്നാണ്. കാരണം BP ദിവ്യയുടെയും നവീൻ ബാബുവിൻ്റെ കളക്ടറുടെയും ഒക്കെ ഫോണുകളുടെ കോൾ ലിസ്റ്റുകൾ വേണം, അത് പിന്നെ തെളിവുകളാണ്, അത് സംരക്ഷിക്കണമെന്നാണ് PP ദിവ്യ പറയുന്നത്. മഞ്ജുഷ പറയുന്നത്. അപ്പോൾ ആ തെളിവുകൾ എത്രത്തോളം സുരക്ഷിതമാകും? കാരണം കോടതിയുടെ വിധി പറയാൻ ദിവസങ്ങൾ മാറ്റിവെക്കും തോറും തെളിവുകളുടെ അഭാവം കുറയുകയാണ്, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ ഇന്ന് വിധി പറയാതെ മാറ്റുമോ എന്നുള്ളതാണ് ആശങ്ക. കാരണം ഇപ്പോൾ ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ വന്നിരുന്ന് പറഞ്ഞത് എന്താണ്? നവീൻ ബാബു കറ്റൂലി വാങ്ങിയിട്ടുണ്ട്, ഇവിടെ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പത്തനംതിട്ടയിൽ ചെന്ന് നിന്ന് പ്രവർത്തിക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഏത് തരത്തിൽ പ്രവർത്തിച്ചാൽ അതിന് മറുപടി തരാം. 2 ദിവസത്തിനകം കൃത്യമായ കാര്യങ്ങൾ ഞാൻ പുറത്തു പറയും. ഇന്നലെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നു, വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ദിവ്യക്കേറ്റ തിരിച്ചടിയാണ് ആ റിപ്പോർട്ട്. ഇനി ദിവ്യ എന്ത് പറയും? ദിവ്യ രക്ഷിക്കാൻ നടക്കുന്ന MP ജയരാജൻ ഇതൊരു സംശയം, കുടുംബം കൊലപാതകമാണെന്ന് സംശയിക്കുമ്പോൾ ദിവ്യ ഇതിൽ പെടുന്നില്ലല്ലോ. അപ്പോൾ ദിവ്യ ഇനി നമുക്ക് മുഖ്യമന്ത്രി വരെ ആക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം പിണറായി വിട്ടുകൊടുത്തിട്ടുള്ള കളിയില്ല. വീണയെ മാറ്റിയിട്ട് പിന്നെ ശൈലജ ടീച്ചറെ മാറ്റി മട്ടന്നൂരിൽ പരീക്ഷിക്കാവുന്നതായിരിക്കും. പരീക്ഷിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാക്കിക്കൊണ്ട് 3ാമത് ഇവരാണ് ഭരണത്തിൽ വരുന്നെങ്കിൽ ദിവ്യ ആരോഗ്യമന്ത്രിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജയരാജനും പിന്നെ ഗോവിന്ദനും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മഞ്ജുഷയുടെ വാദം എന്ത്? മഞ്ജുഷയ്ക്ക് ഭർത്താവില്ലാതായാലെന്ത്? ആ പിഞ്ചും 2 മക്കൾക്ക് അച്ഛനില്ലാതായാലെന്ത്? നവീൻ ബാബു കെട്ടിത്തൂങ്ങി ചത്താലെന്ത്? ആത്മഹത്യ ചെയ്താലെന്ത്? ആരെങ്കിലും കൊന്നാലെന്ത്? ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങളുടെ വിഷയം ദിവ്യയാണ്. ദിവ്യയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വീണാമണി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ഇതൊന്നും അന്വേഷിക്കില്ല, ഇതിലൊന്നും ഒരു നീക്കുപോക്കും വരില്ല. ഒരു CBIയും ഇക്കാര്യത്തിൽ വരില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന മനോവിഷമം നമുക്ക് ചിന്തിക്കാം. പക്ഷേ ചില സത്യങ്ങൾ അത് വിളിച്ച് പറയുമ്പോൾ വേദന ഉണ്ടാകുമെങ്കിലും പറയാതിരിക്കാൻ കഴിയും. ധന്യ, ഈ വലിയ രീതിയിലുള്ള ഒരു വികാരം ഇതിനെതിരായി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസിനകത്ത് CBI വന്നിട്ടില്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു ഭയം ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആണ് ഒരുപക്ഷെ കൂടുതൽ പഠിക്കാൻ വേണ്ടി കോടതി സമയം എടുത്തിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടി ധാർമ്മികമായിട്ട് കൂടെ
കോടതി ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു പ്രതിഷേധമുണ്ടാവാത്ത തരത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് കോടതി ചിന്തിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ CBI വരാനും സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ CBI വന്നാൽ പോലും അതിനെ വിലക്കെടുക്കാതിരിക്കാനുള്ള, അങ്ങനെയുണ്ടല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്. വിലക്കെടുക്കാതിരിക്കാൻ ഉള്ള ശ്രമം നടന്നില്ലെങ്കിൽ മാത്രം നീതി കിട്ടും. ഇല്ലെങ്കിൽ അല്ല, ഇതിലൊരു കാര്യം കൊണ്ട് ഞാൻ പറയട്ടെ, പാർത്ഥൻ ഓർമ്മയുണ്ടോയെന്നറിയില്ല, പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് സ്വന്തം ഭാര്യയെ കൊന്ന സൂരജ്, ഉത്തരാവധ കേസ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരതയാണ് അയാൾ കാണിച്ചത്. ആ വിധി വന്ന സമയത്ത് കോടതി പറഞ്ഞതാണ്, ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് വിധി നിർണ്ണയിക്കാൻ കഴിയില്ല, തെളിവുകളുടെ അടിസ്ഥാനം കൂടി കണക്കിലെടുത്തുകൊണ്ടേ മാത്രമേ. അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷ നൽകിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവപര്യന്തം എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അയാളുടെ വധശിക്ഷ നടപ്പാക്കണം അല്ലെങ്കിൽ വധശിക്ഷ നൽകണമെന്നൊക്കെ പറഞ്ഞ് കുടുംബം പിന്നെ കോടതിയെ സമീപിക്കാനൊക്കെ ഒരുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിനപ്പുറം കോടതിയുടെ മുമ്പിൽ തെളിവുകളാണ്. ആ തെളിവുകൾ കണക്കിലെടുത്തുകൊണ്ട് കോടതി എന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ ദൈവം തീരുമാനിക്കുന്നത് പോലെ ഇരുകൈ നീട്ടി സ്വീകരിക്കും.